ശുക്രനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു. ഇന്ത്യയുടെ ഏറ്റവും പുതിയ ദൗത്യമായ ശുക്രയാൻ 2028 മാർച്ചിൽ വിക്ഷേപിക്കുമെന്ന് റിപ്പോർട്ടുകൾ. 112 ദിവസത്തെ യാത്രയ്ക്കൊടുവിലായിരിക്കും ശുക്രന്റെ ഭ്രമണപഥത്തിൽ വീനസ് ഓർബിറ്റർ മിഷൻ എന്ന പേരുള്ള ദൗത്യം എത്തിച്ചേരുക. ഭാവിയിലെ ശുക്ര ദൗത്യങ്ങൾക്കായി വിവരങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിടുന്ന ശുക്രയാന് 1236 കോടി രൂപയാണ് ചിലവ്. 19 ഉപകരണങ്ങളാണ് വിവിധ പഠനങ്ങൾക്കായി ദൗത്യത്തിൽ ഉണ്ടാവുക. ഇന്ത്യൻ ബഹിരാകാശ മേഖലയുടെ ഒരു പുതു ചരിത്രമായിരിക്കും ശുക്രയാൻ കുറിക്കുക. മലകളും കുന്നുകളും കുഴികളും അഗ്നിപർവ്വതങ്ങളും ഒക്കെ നിറഞ്ഞ പ്രദേശമാണ് ശുക്രൻ. എന്നാൽ ഇവ ഒഴിച്ച ഒരു വലിയ പ്രദേശം സമതലമാണ്. ഓറഞ്ചും ചുവപ്പും കലർന്ന നിറമുള്ള ഗ്രഹമായ ശുക്രൻ ചൂടേറിയ ഗ്രഹം കൂടിയാണ്. നല്ല കട്ടിയുള്ള അന്തരീക്ഷമാണ് ശുക്രനിൽ. ഭൂമിയിൽ വെള്ളത്തിലിറങ്ങിയിട്ട് നമ്മൾ കൈ ചലിപ്പിച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലെയുള്ള അനുഭവമാണ് ഇവിടെ വായുവിൽ കൈ ചലിപ്പിച്ചാൽ തോന്നുക. അന്തരീക്ഷത്തിന്റെ 92% കാർബൺ ഡൈ ഓക്സൈഡാണ്. ഓറഞ്ചും ചുവപ്പും കലർന്ന നിറമുള്ള ഗ്രഹമാണ് ശുക്രൻ. ചൂടേറിയ ഗ്രഹം. മലകളും കുന്നുകളും കുഴികളും അഗ്നിപർവ്വതങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. അന്തരീക്ഷത്തിന്റെ 92% കാർബൺ ഡൈ ഓക്സൈഡാണ്. ഈ വാതകം ചൂടിനെ പിടിച്ചു തളച്ചിടുന്ന ഗ്രീൻ ഹൗസ് വാതകമായതുകൊണ്ടാണ് ശുക്രൻ ഇത്രയും ചൂട്. 465 ഡിഗ്രിയാണ് ചൂട്. നല്ല ഓറഞ്ച് നിറമാണ് ഇവിടുത്തെ ആകാശത്തിന്. ഭൂമി അച്ചുതണ്ടിൽ കറങ്ങുന്ന ദിശയുടെ നേരെ എതിർ ദിശയിലാണ് ശുക്രൻ കറങ്ങുന്നത്. അത് കാരണം ഇവിടെ സൂര്യൻ പടിഞ്ഞാറുദിച്ച് കിഴക്കസ്തമിക്കും. ഇടയ്ക്ക് ഓഷ്യൻ ഗേറ്റ് എക്സ്പെഡിഷൻസ് കമ്പനിയുടെ സഹസ്ഥാപകൻ ഗില്ലെർമോ സോൻലീൻ മനുഷ്യരെ ശുക്രഗ്രഹത്തിലേക്ക് അയക്കുന്നതിന് ഒരു പദ്ധതി അവതരിപ്പിച്ചിരുന്നു. 2050-ൽ 1000 പേരടങ്ങുന്ന ഒരു മനുഷ്യ കോളനി ശുക്രനിൽ സ്ഥാപിക്കുകയാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. ഹ്യൂമൻസ് ടു വീനസ് എന്ന ഫ്യൂച്ചറിസ്റ്റ് കമ്പനിയുടെ ചെയർമാനായ സോൻലീന് ശുക്രനിൽ ഒഴുകി നടക്കുന്ന ഒരു കോളനി സ്ഥാപിക്കാനാണ് താല്പര്യം. ശുക്രനിലെ സൾഫ്യൂരിക് ആസിഡ് മേഘങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ളതാകുമത്രേ ഈ കോളനി. അതീവ ദുഷ്കരമായ സാഹചര്യങ്ങളുള്ള ഗ്രഹമാണ് ശുക്രൻ. എങ്കിലും ശുക്രന്റെ ഉപരിതലത്തിൽ നിന്ന് 50 കിലോമീറ്റർ ഉയരെ മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന നാസയുടെ പഠനമാണ് സോൻലീന്റെ പദ്ധതിക്ക് ആധാരം. കഴിഞ്ഞ വർഷം ശുക്രനിൽ ഓക്സിജൻ കണ്ടെത്തിയിരുന്നു. നാസയും ജർമ്മൻ എയ്റോസ്പേസ് സെന്ററും സംയുക്തമായി നടത്തിയ ഒരു ഗവേഷണത്തിലാണ് ഇത് കണ്ടെത്തിയത്. അന്തരീക്ഷത്തിന്റെ 2 അടുക്കുകൾക്കിടയിൽ ഒരു നേർത്ത പാട പോലെയാണ് ഓക്സിജൻ കണ്ടെത്തിയത്. എന്നാൽ ഭൂമിയിൽ നമ്മൾ ശ്വസിക്കുന്നത് പോലുള്ള 2 ആറ്റമുകളുടെ സംയുക്തമായ ഓക്സിജൻ വാതകമല്ല, മറിച്ച് ഒറ്റ ഓക്സിജൻ ആറ്റമുള്ളതാണ് ഇത്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് വികിരണങ്ങൾ വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇത്. ഇന്ത്യയുടെ 2ാം ഗ്രഹാന്തര ദൗത്യം ശുക്രയാൻ 1ന്റെ വിക്ഷേപണം 2028 മാർച്ച് 29-നായിരിക്കും. ഇസ്രോയുടെ LVM-3 റോക്കറ്റിൽ കുതിച്ചുയർന്ന ശുക്രയാൻ 112 ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ 2028 ജൂലൈ 19-ന് ശുക്രന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലെത്തും. ഒക്ടോബർ 1-ന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയാണ് ബഹിരാകാശത്ത് രാജ്യത്തിന്റെ പുതിയ ചുവടുവയ്പ് സംബന്ധിച്ച തീയതികൾ പ്രഖ്യാപിച്ചത്. ചൊവ്വ പര്യവേക്ഷണ ദൗത്യമായ മംഗൾയാൻ 1-ന് ശേഷം ഇസ്രോ നടത്തുന്ന ആദ്യ ഗ്രഹാന്തര ദൗത്യമാണിത്. 2013-ലായിരുന്നു മംഗൾയാൻ 1. കാർബൺ ഡൈ ഓക്സൈഡാൽ സമ്പന്നമായ അന്തരീക്ഷമാണ് ശുക്രന്റേത്. ആകെ 1236 കോടി രൂപ പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് അടുത്തിടെ കേന്ദ്ര സർക്കാർ അനുമതിയും ലഭിച്ചിരുന്നു. US-ഉം റഷ്യയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ജപ്പാനുമാണ് ഇതുവരെ ശുക്രനിലേക്ക് പര്യവേക്ഷണ പേടകം അയച്ചിട്ടുള്ള മറ്റു രാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.